നിങ്ങൾ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്കതിന് പ്രത്യേകിച്ച് അച്ചാർ പൊടികളൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. അടിപൊളി ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ചെറിയ പീസാക്കി അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ആദ്യം വേണ്ടത് ഉലുവയാണ്. ചൂടായ ചട്ടിയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് പൊട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി അത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് എണ്ണയിലേക്ക് കായിട്ട് വറുത്ത കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അതും മാറ്റി വെച്ചു. പിന്നെ കുറച്ച് കപ്പൽ മുളകാണ് ഇട്ടത്, അതും വറുത്ത കോരി മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല പൊടിയണം. അങ്ങനെ പൊടിച്ചെടുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പൊടിഞ്ഞിട്ടിരിക്കുന്നത്. നല്ല തരിതരിയായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം കേട്ടോ. ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കറിവേപ്പിലിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ആ എരിവ് എല്ലായിടയ്ക്കും നന്നായി സെറ്റായി വരണം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടിച്ചതുണ്ടല്ലോ, അപ്പോൾ ആ പൊടിച്ചതും കൂടി അത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം വയ്ക്കാം. നമ്മുടെ സൂപ്പർ അച്ചാർ റെഡി.